ഓൺലൈൻ മീറ്റിങ്ങുകളുടെ ചരിത്രം എന്ന് പറയുമ്പം ഞാനത് അങ്ങനെ കൃത്യമായിട്ട് പിന്നെ അതിന്റെ ചരിത്രം അങ്ങനെ ശേഖരിച്ചിട്ടില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് പിന്നെ ആൽക്കഹോൾസ് അനോണിമസിന്റെ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പ്രിയാമ്പിൾ തന്നെ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവെക്കുന്നതിലൂടെ മധ്യത്തിൽ ഇത് മാറി നിൽക്കുകയും അതിന് മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്ന അവരുടെ കൂട്ടായ്മയാണ് എ. അപ്പം നമ്മൾ ഈ അനുഭവവും ശക്തിയും പങ്കുവെക്കണമെങ്കിൽ നമ്മൾ മീറ്റ് ചെയ്യണം. അപ്പം പിന്നെ അതാണ് ഗ്രൂപ്പ് മീറ്റിങ്ങിന്റെ പ്രസക്തി. കാരണം നമുക്ക് ഈ അനുഭവം പങ്കുവെക്കണമെങ്കിൽ നമുക്ക് വേറെ ആൾ വേണമല്ലോ. അപ്പൊ ഒരാൾ കുടിക്കാതിരിക്കുന്നത് അനുഭവവും ശക്തിയും പ്രതീക്ഷയും പങ്കുവെക്കുന്നതിലൂടെയാണ്. അപ്പൊ അങ്ങനെയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആക്രോണിലും ന്യൂയോർക്കിലും ഓരോ ഗ്രൂപ്പ് ഉണ്ടായി. അത് കഴിഞ്ഞ് ലക്ഷക്കണക്കിന് ഗ്രൂപ്പുകൾ ലോകത്തുണ്ടായതിന്റെ കാര്യം ഇതാണ്. അനുഭവവും ശക്തിയും പ്രതീക്ഷകളും പരസ്പരം പങ്കുവെക്കാനാണ് ഈ ഗ്രൂപ്പുകൾ ഉണ്ടായതും ഗ്രൂപ്പ് മീറ്റിങ്ങുകൾ നടക്കുന്നതും. അപ്പൊ 1935 ആൽക്കഹോൾസ് അനോണിമസ് സ്ഥാപിതമായത്. 1939 ആൽക്കഹോൾസ് അനോണിമസിലെ അംഗസംഖ്യ 100. നമുക്ക് എല്ലാവർക്കും അറിയാം 1939 രണ്ടാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ പോലെ പിന്നെ ഈ പട്ടാളത്തിൽ റിക്രൂട്ട്മെന്റിന് ക്യൂ നിൽക്കുകയൊന്നും വേണ്ട. അവിടെ പിന്നെ പറഞ്ഞാലങ്ങ് പോകണം, അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടപ്പ് രോഗികളല്ലാത്തവരൊക്കെ, ആരോഗ്യമുള്ള ചെറുപ്പക്കാരും പ്രായമായവരും ഒക്കെ, പട്ടാളത്തിന് സേവനത്തിൽ പങ്കെടുക്കാത്തവരൊക്കെ യുദ്ധത്തിന് പോകേണ്ട ഒരു അവസ്ഥ അമേരിക്കയിലുണ്ടായി. അപ്പൊ 100 അംഗങ്ങളേ ഉള്ളൂ. മിക്ക ആളുകളും യുദ്ധ രംഗത്തേക്ക് പുറപ്പെട്ടു. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവരും വിചാരിച്ചു ആൾക്കോൾ 100 ആളെ ആകെ ഉള്ളൂ. പല സ്ഥലങ്ങളിലും ഗ്രൂപ്പ് മീറ്റിങ്ങുകൾ നടക്കാതെയായി. എല്ലാം തീർന്നു എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ അന്ന് സാധ്യമായ മാർഗങ്ങൾ ഉപയോഗിച്ച്, വയർലെസ് സെറ്റുകൾ, അല്ലെങ്കിൽ ഫോൺ അന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എന്താണെങ്കിലും യുദ്ധരംഗത്ത് അവർ ഉപയോഗിക്കുന്ന വാർത്താ പിന്നെ വിനിമയ മാർഗങ്ങളിൽ പലതും ഉപയോഗിച്ച് ഇവർ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും യുദ്ധം കഴിഞ്ഞപ്പോൾ, 45 യുദ്ധം കഴിഞ്ഞപ്പോൾ ഈ പിന്നെ സ്വാഭാവികമായും കാര്യങ്ങളൊക്കെ നേരെയായി. മീറ്റിങ്ങുകൾ അധികം ഭംഗിയോടെ നടക്കാൻ തുടങ്ങി. ആൽക്കഹോൾസ് അനോണിമസ് ഒന്നും സംഭവിച്ചില്ല. അത് അതിൻ്റെതായ രീതിയിൽ മുമ്പോട്ട് പോയി. അപ്പം നമ്മളിവിടെ ഓൺലൈൻ മീറ്റിങ്ങുകളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം 2019 കോവിഡ് വന്നപ്പം മീറ്റിങ്ങുകൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലൊക്കെ നിന്നുപോയി, പ്രത്യേകിച്ച് കേരളത്തില്. അപ്പം സ്വാഭാവികമേ എന്ത് ചെയ്യും, കുറെ ആളുകൾക്ക് സ്ലിപ്പ് ആവുകയും ചെയ്തു. കാരണം മീറ്റിംഗ് നിന്നതിന്റെ ചിലപ്പോൾ അത് മീറ്റിങ്ങിന്റെ പേര് പറഞ്ഞ് സ്ലിപ്പായതായിരിക്കും, എനിക്കറിയത്തില്ല. എന്താണെങ്കിലും അതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് പിന്നെ ഓൺലൈൻ മീറ്റിങ്ങുകൾ നമ്മുടെ നാട്ടിൽ ആരംഭിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മൾ ഒരു 110 ആളുകൾ ഒരു സ്ഥലത്ത് കൂടിയിരിക്കുന്നുണ്ട്. അതിന് ഗ്രീൻ റൂം എന്നാണ് നമ്മൾ പറയുന്നത്. ഈ ആളുകൾ ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 1000 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് വേണം. മാത്രമല്ല 1000കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്താലേ ഇവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് പരസ്പരം കാണാം, പരസ്പരം കേൾക്കാം. നമ്മളിപ്പോൾ വീഡിയോ ഓൺ ചെയ്യാത്തവരണം ആളുകൾ കാണുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷെ വീഡിയോ ഓൺ ചെയ്ത ആൾക്കാർക്ക് കാണാം. ഇതാണ് ഓൺലൈൻ മീറ്റിങ്ങിന്റെ സൗകര്യം. അപ്പൊ ഏതൊരു കാര്യത്തിനും അത് ഗുണമുണ്ട്, ദോഷമുണ്ട്. ഏതൊരു കാര്യത്തിനാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഗുണമുണ്ട്, ദോഷമുണ്ട്. ഞാൻ കുറച്ചു നേരത്തേക്ക് വീഡിയോ ഓണാക്കാം, അത് കഴിഞ്ഞ് അങ്ങ് ഓഫാക്കിയേക്കാം. ഓക്കെ, എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, നമ്മൾ ആൽക്കഹോൾസ് അനോണിമസിലെ ഏഴ് അംഗങ്ങൾ എന്ന് പറയുന്ന ആളുകൾ മറ്റ് ഗ്രഹത്തിൽ നിന്ന് വന്നവരൊന്നുമില്ല, നമ്മുടെ ഭൂമിയിൽ താമസിക്കുന്ന മനുഷ്യർ തന്നെയാണ്. സാധാരണ മനുഷ്യർ ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ. സാധാരണ മനുഷ്യൻ്റെ വ്യത്യാസം നമുക്കുണ്ട്, നമുക്ക് രോഗമുള്ളതുകൊണ്ട്. അതൊരു അസാധാരണമായ രോഗമുണ്ട്. അതുകൊണ്ട് സമൂഹത്തിൽ ചെറിയ ഒറ്റപ്പെടലുകളൊക്കെ നമുക്കുണ്ടെങ്കിൽ പോലും നമ്മൾ സാധാരണ മനുഷ്യർ ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ്. നോക്കണം, മന്ത്രി ഫയലൊപ്പിടുന്നത് ഓൺലൈനിലാണ്. പല
പ്രമാദമായ വളരെ സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയ ഓപ്പറേഷനുകൾ നടക്കുന്നത് ഓൺലൈനിന്റെ സഹായത്തോടെയാണ്. ഈ TV ഒക്കെ വന്നു കഴിഞ്ഞപ്പം, ഇന്റർനെറ്റ് വ്യാപകമായപ്പം പുരോഹിതന്മാരൊക്കെ പറഞ്ഞ് പിള്ളേരൊക്കെ ഭക്തിയൊന്നുമില്ല, ഇപ്പൊ അവർക്ക് അവരെല്ലാം TV-യുടെ മുമ്പിൽ ഇരിക്കുവാന്ന് ഭയങ്കരമായിട്ട് പരാതി പറഞ്ഞു. പുരോഹിതന്മാർ ഇപ്പൊ കുർബാന ചെല്ലുന്നത് ഓൺലൈനിലാണ്, ഇന്റർനെറ്റിലാണ്, ചാനലുകളിലാണ്. അതുപോലെ പല മീറ്റിങ്ങുകളും നമുക്കറിയാം, പല മീറ്റിങ്ങുകളും നടക്കുന്നത് ഓൺലൈൻ മീറ്റിങ്ങുകളാണ്. കാരണം ഇത് ഒത്തിരി സൗകര്യങ്ങൾ ഇതിനൊന്നുണ്ട്. യാത്ര ചെയ്യണ്ട, പിന്നെ ഒന്നിച്ചു ചേരാൻ പിന്നെ സ്ഥലം ഒരുക്കണ്ട, ചായ കൊടുക്കണ്ട, ഇങ്ങനെ ഒത്തിരി സൗകര്യങ്ങൾ ഈ ഓൺലൈൻ മീറ്റിങ്ങുകൾക്കുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇന്റർനെറ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും തൊഴിൽ പോകുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പരാതി ആദ്യകാലത്തുണ്ടായിരുന്നു. നമുക്കറിയാം, ഈ എന്താണെങ്കിലും ഓൺലൈൻ മീറ്റിങ്ങുകളുടെ വരവോടുകൂടി ആൽക്കഹോൾസ് അനോണിമസിലെ അംഗസംഖ്യ കുറയുകയാണോ കൂടുകയാണോ ചെയ്തെന്നുള്ളതിനെ കുറിച്ച് ഒരു തർക്കത്തിന് ഞാനില്ല. എന്താണെങ്കിലും എൻ്റെ അഭിപ്രായം അംഗസംഖ്യ വർദ്ധിച്ചു എന്നാണ്. കാരണം ഒത്തിരി ആളുകൾ ഓൺലൈനിൽ സോവറായ ആളുകൾ എനിക്ക് നേരിട്ട് പരിചയമുള്ളവരുണ്ട്. അപ്പം ഈ ഓൺലൈൻ മീറ്റിങ്ങുകളുടെ പ്രസക്തി ഇതാണ്. ഇതിനകത്ത് ഒത്തിരി സൗകര്യങ്ങൾ നമുക്കുണ്ട്. അപ്പൊ ഈ നമ്മൾ ഈ 2019 കോവിഡ് വന്നപ്പം കേരളത്തില് പിന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുള്ള ആളുകൾ, പ്രത്യേകിച്ച് മലയാളം സംസാരിക്കുന്ന ആളുകൾ, പല രാജ്യങ്ങളിലുള്ളവർ തമ്മിൽ ഒത്തുചേർന്ന് മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ ഇന്റേണലായിട്ട് കേരളത്തിൽ മാത്രം നടക്കുന്ന ഒത്തിരി ഓൺലൈൻ മീറ്റിങ്ങുകളുണ്ട്. ഇതൊക്കെ മദ്യാസക്തന് ഒത്തിരിയേറെ പ്രയോജനം ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇവിടെ മീറ്റിംഗ് എങ്ങനെ നടത്തണം, ഇപ്പൊ അതായത് നമുക്കറിയാം, നമ്മുടെ അനുഭവ ശക്തിയും പങ്കുവെക്കാൻ നമ്മൾ മീറ്റ് ചെയ്യണം. അത് എങ്ങനെ നടത്തണമെന്ന് ആൽക്കഹോൾസ് അനോണിമസ് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ചില സ്ഥലത്ത് രാവിലെയാണ് മീറ്റിംഗ്, ചില സ്ഥലത്ത് വൈകുന്നേരമാണ്, ചില സ്ഥലം മീറ്റിങ്ങിന്റെ ഇടയ്ക്ക് ചായ കൊടുക്കും, ചിലപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ചായ കൊടുക്കും, ചില സ്ഥലത്ത് ചായ കൊടുക്കത്തേ ഇല്ല, കാരണം അവിടെ ചായക്കട ഉണ്ടാവത്തില്ല. അപ്പൊ ഈ മീറ്റിങ്ങുകൾ എങ്ങനെ നടത്തണമെന്നുള്ളതിനെ കുറിച്ച് തീരുമാനിക്കേണ്ടത് ഗ്രൂപ്പിലെ അംഗങ്ങളാണ്, ഗ്രൂപ്പ് നടത്തുന്ന അംഗങ്ങളാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാലം പുരോഗമിച്ചു. നമ്മൾ ഈ പുരോഗതിക്കൊപ്പം നമ്മൾ നീങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഏതൊരു രീതിയിൽ നമ്മളിപ്പം പിന്നെ ഫിസിക്കൽ മീറ്റിങ്ങുകൾക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ മീറ്റിങ്ങുകൾക്കും അതിൻ്റെതായ മെറിറ്റും ഉണ്ട്, ഡീമെറിറ്റും ഉണ്ട്. അപ്പൊ നമ്മളിതിനെ പിന്നെ വിലയിരുത്തുമ്പം ഇത് രണ്ടും പിന്നെ മദ്യാസക്തനായ ഒരാൾക്ക് ഗുണം ചെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് പക്ഷേ പിന്നെ ഓൺലൈൻ മീറ്റിംഗ് ആളെ നേരിൽ കാണുന്നില്ല എന്നുള്ള ഒരു ന്യൂനത അതിനുണ്ട്. നമ്മളിപ്പോൾ TV-യിൽ അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോയിൽ അല്ലെങ്കിൽ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഒരാളെ നേരിൽ കാണുന്നത് തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. പക്ഷേ ടെക്നോളജി വികസിച്ചപ്പം നമ്മൾ ഒത്തിരി പിന്നെ മുമ്പോട്ട് പോയപ്പോൾ പലപ്പോഴും നമ്മൾ ബന്ധപ്പെടുന്നതൊക്കെ പലപ്പോഴും പിന്നെ ഇത്തരത്തിലുള്ള മാധ്യമങ്ങളിലൂടെയാണ്. അപ്പൊ ഈ ഓൺലൈൻ മീറ്റിങ്ങുകളും അതൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ ടെലിഫോൺ വലിയൊരു പ്രയോജനമുള്ള ഒരു ഉപകരണമായിട്ട് ആൽക്കഹോൾസ് അനോണിമസ് അംഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് അനുഭവമുണ്ട്. പല ആളുകളും കണ്ടിട്ടില്ലെങ്കിൽ പോലും അവർ വർഷങ്ങളോളം മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ സ്ഥിരമായ കോളുകളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ അനുഭവങ്ങൾ പരസ്പരം പങ്കുവെക്കാനും ഫോണിലൂടെ സാധിക്കും. ടെലിഫോൺ തെറാപ്പി അങ്ങനെ ഒരു വാക്ക് തന്നെ നമ്മൾ AI ഉപയോഗിക്കാറുണ്ടായിരുന്നു ആദ്യകാലം മുതൽ തന്നെ. ഇപ്പോൾ അത് കൂടുതൽ സാർവത്രികമാണ്. കൂടുതൽ ആളുകൾ പരസ്പരം അറിയുന്നതും ബന്ധപ്പെടുന്നതും ഫോൺ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ നമ്മള് കുറച്ചുകൂടി നൂതനമായ മാർഗങ്ങൾ ഉപയോഗിച്ച് കുറച്ചും കൂടി സൗകര്യപ്രദമായ രീതിയിൽ നമ്മൾ ഒരുപക്ഷെ ഒരു പ്രതിസന്ധിയിൽ 2ാം ലോക മഹായുദ്ധം നടന്നപ്പോൾ അമേരിക്കയിൽ അവര് കണ്ടെത്തിയതുപോലെ തന്നെ കോവിഡ് വന്നപ്പോൾ നമ്മൾ കണ്ടെത്തിയ ഒരു പ്രതിവിധിയാണ് അല്ലെങ്കിൽ ഒരു പരിഹാര മാർഗമാണ് ഓൺലൈൻ മീറ്റിങ്ങുകൾ. ആ മീറ്റിംഗ് പിന്നീടും തുടർന്ന് കൂടുതൽ ഫലപ്രദമാണ് എന്ന് കണ്ടതുകൊണ്ട് ഇപ്പോഴും തുടർന്നു പോകുന്നു എന്ന് മാത്രം. അപ്പൊ അത്
നമുക്കത് എപ്പോൾ സൗകര്യപ്രദമാണെന്ന് തോന്നുന്നിടത്തോളം കാലം, ഉപകാരപ്രദമാണെന്ന് തോന്നുന്നിടത്തോളം കാലം അത് നമുക്ക് തുടർന്ന് കൊണ്ടുപോകാം. അതിലാർക്കും പരാതിയില്ല. കാരണം അതിനെ മറ്റാർക്കും അതിനെ പിന്നെ എതിർക്കേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പരാതി പറയേണ്ട ആവശ്യം ആർക്കുമില്ല. കാരണം ഗ്രൂപ്പ് എങ്ങനെ നടത്തണമെന്നോ ഒരു കൃത്യമായ ഒരു സ്ട്രാറ്റജിയൊന്നും ആൾക്കോഴ്സിനോട് മുമ്പോട്ട് വെക്കുന്നില്ല. അതൊക്കെ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ ഇഷ്ടമാണ്. എന്താണെങ്കിലും ഈ സമയത്ത് ഈ മീറ്റിങ്ങിൽ എത്തുവാനും നിങ്ങളോട് സംസാരിക്കാനും കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.